കേൾക്കാമെങ്കിൽ നിർണായകമായ ഒരു തീരുമാനം, ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു ലാഘവ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കേവലം സസ്പെൻഷനിൽ മാത്രം തന്നെയാണ് ഇപ്പോൾ പാർട്ടി ഒതുക്കിയിട്ടുള്ളത് രാഹുലിനെതിരായ നടപടി. അതുപോലെ തന്നെ BJP ആവശ്യപ്പെടുന്നത് രാജിവെക്കണം, വെച്ച ശേഷം മാത്രമേ ഒരു പ്രതിഷേധങ്ങളിൽ അയവുണ്ടാകൂ എന്നുള്ള ശക്തമായ നിലപാട് കൂടി BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? ഇതൊക്കെ ഒരു ഒത്തുകളിയല്ലേ? പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് പാർട്ടി പൊസിഷൻ രാജിവെക്കാൻ അയാളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അയാൾ സ്വയം രാജിവെച്ചതാണ് എന്ന് അയാൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ മാനക്കേട് കേരളത്തിനുണ്ടാക്കിയിട്ട്, കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയിട്ട്, ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ട് അയാളോട് ആ പദവി രാജിവെക്കാൻ പറയാൻ പോലും തയ്യാറാവാത്ത നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അതിനുശേഷം അയാൾ സ്വയം രാജിവെച്ചു. ശരി, വാസ്തവത്തിൽ രാജിവെക്കേണ്ടത് MLA സ്ഥാനമല്ലേ? വീണ്ടും വീണ്ടും ശബ്ദരേഖകൾ വെളിയിൽ വരുന്നു. വീണ്ടും വീണ്ടും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത, ഒരു മനോവൈകൃതമുള്ള മനോരോഗി ആവശ്യപ്പെടുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ ലേഡിയോട്, ഒരു ട്രാൻസ്ജെൻഡറോട് പോലും റേപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു മനോവൈകൃതമുള്ള ഒരു വ്യക്തിയാണോ നിയമസഭയിൽ സ്ത്രീകളൊക്കെ ഉണ്ട്. ഈ നിയമസഭയിൽ പോയിട്ട് എനിക്ക് റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ മനോവൈകൃതമുള്ള ആളുകളെ നിയമസഭയിൽ എങ്ങനെ കൊണ്ടുപോകും? അപ്പൊ ഇതൊക്കെ ആ കോൺഗ്രസിനുള്ളിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വർത്തമാനം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഉമാ തോമസ് ചെയ്തത് കോൺഗ്രസിന്റെ. അവർ പറഞ്ഞു, എനിക്ക് 2 പേരക്കുട്ടികൾ വളർന്നു വരികയാണ്. ആ 2 പേരക്കുട്ടികൾ ലാണ് ചേരുക, യൂത്ത് കോൺഗ്രസിലാണ് വരിക. എങ്ങനെ വിശ്വസിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇവനെ പോലെയുള്ള ഉമാരുള്ളപ്പോ എങ്ങനെ വിടുന്ന ചോദിച്ചേ? അത് കേരളത്തിലെ ഓരോ സ്ത്രീയുടെയും സംഭാഷണമാണ്. അത് കേരളത്തിലെ ഓരോ സ്ത്രീയുടെയും മനസ്സിലുള്ള വികാരമാണ്. KSUവിൽ പോകണമെന്നില്ല, യൂത്ത് കോൺഗ്രസിൽ പോകണമെന്നൊന്നുമില്ല. ഇവന്മാരുടെയൊക്കെ ദൃഷ്ടി പതിഞ്ഞാൽ മതി, റാഞ്ചി കൊണ്ടുപോകുന്നവന്മാരാണ്. അപ്പോ എന്താ ചെയ്യാ? ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ചുമതലയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒത്തുകളിക്കാൻ തീരുമാനിച്ചാല്, വേണുഗോപാലിന്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടു, ഇത്തരത്തിലുള്ള ആ ആളുകളെ കയ്യോടെ അവസാനിപ്പിക്കണം. ആ പോസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോസ്റ്റ് മുക്കി. വേണുഗോപാൽ പറഞ്ഞത് മുക്കിയേ. എന്താണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൃത്യമായി പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്ത് മര്യാദകേടാണ്? സംരക്ഷിക്കുക. VD സതീശനാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. എന്നിട്ടിപ്പോ VD സതീശൻ വെളിയിൽ നിന്നിട്ട് ഞാൻ രാജിവെക്കാൻ പറഞ്ഞു എന്നാണ്. VD സതീശൻ രാജിവെക്കാൻ പറഞ്ഞാൽ ഇയാൾ രാജിവെക്കണ്ടേ? സസ്പെൻഡ് ചെയ്യാൻ ഏത് പോലീസുകാർക്കും പറ്റുമല്ലോ. ഇവിടെ എത്ര പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു? ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികളെ സസ്പെൻഡ്? കുറെ കഴിയുമ്പോൾ തിരിച്ചെടുക്കും, പ്രശ്നം അവസാനിക്കും. ഇപ്പൊ എന്താ വെച്ചാല്, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തിയില്ല. പാലക്കാട് 2ാമത് മത്സരിച്ചാൽ തോറ്റുപോകും. കോൺഗ്രസിന് എന്ന് മത്സരിച്ചാലും തോക്കുക വേറെ വിഷയം. കാരണം അങ്ങനത്തെ ഒരു അവതാരമായിരുന്നല്ലോ ഷാഫി അവിടെ കൊണ്ട് അവതരിപ്പിച്ചത്. എന്തായിരുന്നു? രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ അവതാരമാണല്ലോ ഇപ്പൊ ഈ സ്ത്രീകളുടെ കശ്മലനായി മാറിയത്. അപ്പൊ അയാൾക്ക് അത് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ വാസ്തവത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന, ഈ കശ്മലനെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? എന്റെ ബലമായ സംശയം, പഴയ ഉഴുന്നുവടയുടെ കേസൊക്കെ വെളിയിൽ വരും. നിങ്ങൾക്കറിയാലോ, ഉണ്ണിത്താൻ പറഞ്ഞത്, ഇന്ദിരാഭവനിൽ അടിച്ചു കളിക്കാൻ വന്ന ആൾക്കാർക്ക് നേരം ഉണ്ടായിരുന്നില്ല അടിച്ചു കളിക്കാനുള്ള നേരം പോലും കൊടുത്തിരുന്നില്ല. പിന്നെ ഉണ്ണിത്താന്റെ കാര്യം അറിയാലോ, ഇതൊക്കെ VD സതീശൻ അടക്കമുള്ള ആളുകളുടെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിൽ കൊണ്ടുവരും എന്ന് ഇവര് ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് ഇവരെ കൊണ്ട് നടപടിയെടുപ്പിക്കാത്തത്. യാതൊരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അധമത്വം നിറഞ്ഞ പാർട്ടിയാണെന്ന് മനസ്സിലായി. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അഴിമതിയായിരുന്നു. ഇപ്പം അഴിമതി മാത്രമല്ല, ഈ സ്ത്രീകളോട് ഇത്ര വൃത്തികേട് കാണിക്കുന്ന, സ്ത്രീകളോട് ഇത്ര വൃത്തികേടായിട്ട് പെരുമാറുന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഉമാ തോമസിന്റെ വരികളിലൂടെ കേരളം വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെയധികം നന്ദി B. ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതിനാൽ.